ഇന്ന് ഏറ്റവും അധികം വിദ്യാർത്ഥിനികൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്ന അനേകം ജോലി സാധ്യതകളുള്ള ഒരു മേഖലയാണ് ടീച്ചർ ട്രെയിനിങ് കോഴ്സ്. എന്താണ് മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ്? എന്തൊക്കെയാണ് ഇതിൻ്റെ ജോലി സാധ്യതകൾ? ധാരാളം ആളുകളെ, പ്രത്യേകിച്ചും വിദ്യാർത്ഥിനികളെ ആകർഷിച്ചിട്ടുള്ള ഒരു കോഴ്സാണ് ഈ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ്. അപ്പോൾ എന്താണ് മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ്? ഇറ്റാലിയൻ ഫിസിഷ്യനും അതുപോലെ തന്നെ എഡ്യൂക്കേറ്ററുമായിട്ടുള്ള 1870 ആഗസ്റ്റ് 31 ജനിക്കുകയും 1952 മെയ് മാസത്തിൽ മരിക്കുകയും ചെയ്തിട്ടുള്ള മരിയ മോണ്ടിസോറി എന്നവരുടെ ഒരു ആശയവിനിമയ ഉപാധിയാണ് ഏറ്റവും അധികം യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ? ഇന്ന് നിലവിലുള്ള വിദ്യാഭ്യാസ രീതികളുമായിട്ട് ഇതിനുള്ള വ്യത്യാസം എന്താണ്? എന്തുകൊണ്ടാണ് കൂടുതൽ വിദ്യാർത്ഥിനികളെ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് ഈ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലെത്തുന്നത്. അപ്പോൾ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് എന്താണ്? ഇവരെ ആശയവിനിമയം ചെയ്തിട്ടുള്ള 4 ക്ലാസ് റൂം മെത്തേഡുകളാണ് ഇതിൽ പ്രധാനമായിട്ടും ആവിഷ്കരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ള പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്നിട്ടുള്ള, എൻവയോൺമെൻറ്റുമായിട്ട് ഇണങ്ങിച്ചേർന്നിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതി കൂടിയാണ് ഇത് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്ന വിദ്യാഭ്യാസ രീതികളിൽ നിന്നും എന്തുകൊണ്ടാണ് ഇതിനെ വേർതിരിച്ചെടുക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു വിദ്യാർത്ഥിനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്നത് അതിൻ്റെ പ്രീ പ്രൈമറി കാലഘട്ടമാണ്. ആ പ്രീ പ്രൈമറി കാലഘട്ടത്തിൽ എന്താണോ മനസ്സിലിരുത്തി പഠിക്കുന്നത് അത് അവരുടെ ജീവിതാവസാനം വരെ അവരുടെ മനസ്സിൽ ഒരിക്കലും തന്നെ നഷ്ടപ്പെട്ടു പോവുകയില്ല എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരുന്ന 4 ക്ലാസ് റൂം രീതികൾ: പ്രാക്ടീസ്ഡ് ട്രെയിനിങ്ങും അതുപോലെ തന്നെ സെൻസേഷൻ ട്രെയിനിങ്, മത്ത് ആൻഡ് ലാംഗ്വേജ് എന്നിങ്ങനെയുള്ള 4 ക്ലാസ് റൂം രീതികളാണ് ഇതിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി ഏറ്റവും അതിൻ്റെ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 5 വയസ്സ് മുതലാണ്. ഈ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സുകളിൽ ഈ കാലയളവിൽ അവരുടെ ബ്രെയിൻ എന്ന് പറയുന്നത്, വിദ്യാർത്ഥികളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഫുൾ ബ്ലാങ്ക് ആയിരിക്കും. അവർ പഠിപ്പിക്കുന്നത് എന്താണോ അത് അവരുടെ മനസ്സിൽ ഏറ്റവും ഒരു ഏകദേശം പോസ്റ്റ് എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പഠന രീതികൾ? ഇത് ഇന്നത്തെ പഠന രീതികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ന് കൂടുതൽ +2 കഴിഞ്ഞിട്ടുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ, വിദ്യാർത്ഥിനികൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ പഠന രീതിയിൽ തന്നെ ഉണ്ടാകുന്ന മാറ്റമാണ്. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ വന്ന് തലേ ദിവസം പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൻ്റെ റിപ്പീറ്റേഷൻ തുടങ്ങുന്നു. വിദ്യാർത്ഥികൾ 60-70 വിദ്യാർത്ഥികളടങ്ങുന്ന ക്ലാസ് റൂമായിരിക്കും ഉണ്ടാവുക. ഓരോ വിദ്യാർത്ഥിയും സ്പെഷ്യലായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാനോ അവരെ കൺട്രോൾ ചെയ്യാനോ അധ്യാപകന് സാധിക്കുന്നില്ല. 40-45 മിനിറ്റ് ക്ലാസ് റൂമുള്ള അല്ലെങ്കിൽ ഒരു പീരിയഡിന് ഉള്ള ആ സമയത്തിനുള്ളിൽ എല്ലാ വിദ്യാർത്ഥികളുടെയും അക്കാഡമിക് പരമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ ഇന്നത്തെ അധ്യാപകർക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണത്? ആ ഒരു അഭാവം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഇൻഡിവിജ്വൽ ടെസ്റ്റിങ്, അതോടൊപ്പം തന്നെ ക്ലാസ് റൂമോ ഇൻഡിവിജ്വൽ പഠന രീതികളുമാണ് ഇന്ന് അവലംബിച്ചിരിക്കുന്നത്. മോണ്ടിസോറിയുടെ ഈ വിഭാവന പ്രകാരം ഏറ്റവും കൂടുതൽ പ്രകൃതിയിലേക്ക് മടങ്ങിക്കൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ ആ വിദ്യാർത്ഥിക്ക് ഇഷ്ടമുള്ള മേഖലകൾ ഏതാണോ അതിനെക്കുറിച്ച് മാത്രം പഠിക്കുന്നു. ഇപ്പം നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ജിയോഗ്രഫി, ഹിസ്റ്ററി എന്നിങ്ങനെയുള്ള എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ പഠിപ്പിക്കുന്നു. ഇപ്പോൾ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം അവൻ്റെ യഥാർത്ഥ ജീവിതത്തിൽ ഫലപ്രദമാകാൻ അവന് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഒരിക്കലും തന്നെ സാധിക്കുന്നില്ല. നമ്മൾ SLC വരെ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും +2 ശേഷം പ്രത്യേകമായിട്ടുള്ള സബ്ജക്റ്റിൽ എക്കണോമിക്സ് അല്ലെങ്കിൽ കൊമേഴ്സ്, ഹിസ്റ്ററി, സയൻസ് എന്നിങ്ങനെയുള്ള 3 ഗ്രൂപ്പുകളായി തിരിയുന്നു. ഗ്രാജുവേഷൻ ലെവലിൽ അത് പ്രത്യേകമായിട്ടൊരു വിഷയമായി തീരുന്നു. പോസ്റ്റ് ഗ്രാജുവേഷനിൽ അതിൻ്റെ സബായിട്ട് തീരുന്നു. ഈ ഒരു കാലയളവ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു പഠന രീതി 10+2+3 എന്ന് പറയുന്ന ആ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ആ ഒരു പഠന രീതിയിൽ ഉപോത്ഭകമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഈ ഇറ്റാലിയൻ പഠന രീതി മോണ്ടിസോറി ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് ക്ലാസ്സിൽ നമ്മൾ അവലംബിക്കുന്നത്. ഇത് ഈ വിദ്യാർത്ഥിനികളുടെ ഏറ്റവും അന്തർലീനമായി കിടക്കുന്ന എല്ലാ തരത്തിലുള്ള കഴിവുകളും ഈ വിദ്യാർത്ഥി അത് നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. അതിനാവശ്യമായിട്ടുള്ള കോച്ചിങ്ങുകളാണ് നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓരോ അധ്യാപികയ്ക്കും വേണ്ടിയുള്ള ഗുണഗണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്, അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റുകൾ
ഇനീഷ്യലായിട്ട് ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നു. പലർക്കും വിദ്യാർത്ഥികളെ അഭിമുഖീകരിക്കാനുള്ള വൈമുഖ്യമുണ്ടാകുന്നു. അതിന് സ്ഥിരമായിട്ടുള്ള ട്രെയിനിങ് നമ്മൾ നൽകുന്നു. അതോടൊപ്പം തന്നെ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകൾ 1-1.5 മാസത്തോളം നീണ്ടു നിൽക്കുന്ന വിദ്യാർത്ഥികളുമായിട്ട് ഇടപെടലുകൾ. ഈ ഇടപെടലുകളും ആ വിദ്യാർത്ഥികളിൽ നിന്ന് അവരെ അവലംബിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവർ കേട്ടുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഓരോ വിദ്യാർത്ഥിയെയും തരംതിരിക്കാതെ ബിലോ ആവറേജ്, ആവറേജ്, എബോവ് ആവറേജ് എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കാണിക്കുന്നത്. ഈ എല്ലാ വിദ്യാർത്ഥികളെയും ഒരേ കുടക്കുഴി കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ മോണ്ടിസോറി വിദ്യാഭ്യാസത്തിൻ്റെ മറ്റൊരു നേട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഹൈ ലെവലെന്നോ ലോ ലെവലെന്നോ ഒന്നുമില്ലാതെ തന്നെ വിദ്യാർത്ഥികളെ തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യം തന്നെ ഈ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൻ്റെ അധ്യാപകർക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. കാരണം ഓരോ വിദ്യാർത്ഥിക്കും ജന്മന തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നു. കാരണം കുടുംബത്തിലെ അവസ്ഥകൾ, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഒപ്പമുള്ള സഹപാഠികളുടെ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ സഹോദരന്മാർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ചില പാരൻസ് മക്കളെ 2 രീതിയിൽ വളർത്തുന്നു. പെൺകുട്ടികളെ വേറെ രീതിയിലും ആൺകുട്ടികളെ വേറെ രീതിയിലും വളർത്തും. ആ മാറ്റം ഉൾക്കൊള്ളാതെ എല്ലാവരെയും ഒരേപോലെ തന്നെ കണ്ടുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു പഠന രീതി അവലംബിച്ചുകൊണ്ട് അവരെ പ്രകൃതിയിലേക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടിനും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്നത്തെ മോണ്ടിസോറി ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിനനുസരിച്ചിരിക്കുന്ന ഒരു ക്ലാസ് റൂം സിറ്റുവേഷനാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ അഡ്മിഷൻ ലഭിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും നമ്മൾ ആവശ്യമായിട്ടുള്ള ചിട്ടവട്ടങ്ങൾ, ആവശ്യമായിട്ടുള്ള സിലബസ്, കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഓരോ വിദ്യാർത്ഥികൾക്കും അവർക്ക് അനുപരിശീലമായിട്ടുള്ള ഗുണങ്ങളുള്ള ഓരോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നമ്മൾ നൽകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നൽകുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏകദേശം അവരുടെ അന്തർലീനമായി കിടക്കുന്ന ഓരോ കഴിവുകളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അതിനനുയോജ്യമായിട്ടുള്ള ഒരു പഠന ബോധവൽക്കരണമാണ് നമ്മളിവിടെ നൽകുന്നത്. അപ്പോൾ കോഴ്സിൻ്റെ കാലാവധി, അതോടൊപ്പം തന്നെ ഇതിൽ വരുന്ന എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും പഠിക്കാം.